ഹണി ഭാസ്കരൻ, ഇതാ നോക്കൂ, ഇപ്പോൾ ഗായത്രി വർഷയും ഡോക്ടർ പ്രേംകുമാറും ഒക്കെ പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ച തന്നെയാണ്. പക്ഷേ കേരളം ഇങ്ങനെ മാറിയപ്പോഴും നേരം വെളുക്കാത്ത ഒരു വിഭാഗത്തിൽ കണ്ട കാഴ്ചയാണ് നമ്മളിന്ന് കാണുന്നത്. അവിടെ കണ്ട ഒരു വൈകൃതത്തിൻ്റെ നായകനാണ്. ആ നായകന് ചൂട്ട് കത്തിച്ചു കൊടുക്കുന്ന ആളുകൾ അവിടെ ഉണ്ട് എന്ന് കാണുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിൽ ചില പേരുകൾ ഇവിടെ നമ്മൾ പരാമർശിച്ചു. ആ പ്രശ്നത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന ആളിനെ തോളോട് തോൾ ചേർത്ത് നിർത്തിയ ഷാഫി പറമ്പിലിനെ പോലെയുള്ള ആളുകളുണ്ട്. അവരൊക്കെ ഇപ്പോഴും അവിടെയുണ്ട്. പ്രതിപക്ഷ നേതാവുണ്ട്, പരാതി പറഞ്ഞ ആളുകളുണ്ട്. നിങ്ങളൊക്കെ അങ്ങനെയുള്ളവരൊക്കെ അവിടെ ഉള്ളപ്പോൾ അവർ ഇപ്പോഴും ഒരു അവസരം നടപടിയെടുത്ത് ഇയാളെ പുറത്താക്കാനോ മാറി നിൽക്കാനോ അവസരം കൊടുക്കാതെ അയാൾക്ക് സ്വയം രാജിവെച്ചുകൊണ്ട് ഹൂ കെയേഴ്സ് എന്ന് വീണ്ടും ചോദിക്കാൻ സമയം കൊടുത്ത ആ ഒരു സിസ്റ്റമാണ് അവിടെയുള്ളത്. അതിൻ്റെ കാരണക്കാരെ ഇനിയും തുറന്നു കാണിക്കേണ്ടതുണ്ട് എന്ന്, കുറച്ചുകൂടി എക്സ്പോസ് ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ഹണി ഭാസ്കറിന്? ഇതില് എനിക്ക് തോന്നുന്ന കാര്യം, രാഹുലിനേക്കാള് ഇതിൽ തെറ്റ് ചെയ്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഷാഫി പറമ്പിലാണ് എന്നുള്ളതാണ്. അതിന്റെ കാരണം അയാള് മറ്റു സ്ത്രീകളോട് മോശമായി പെരുമാറി എന്നുള്ളതല്ല, രാഹുലിന് ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇതുപോലെയുള്ള ആൾക്കെതിരെ ആ യൂത്ത് കോൺഗ്രസിലുള്ള സ്ത്രീകൾ നേരിട്ട് പോയിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടും ഇയാൾക്ക് വളരാൻ വളക്കൂറുള്ള മണ്ണുണ്ടാക്കി കൊടുത്തത് ആരാണ്? ഷാഫിയാണല്ലേ. അയാൾക്ക് ഇത്രയും വിശാലമായിട്ടുള്ള ഒരു സ്പേസിൽ നിന്നിട്ട് ഇര പിടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത ഷാഫി ശരിക്കും ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടി തരേണ്ടതുണ്ട്. ബീഹാറിലേക്ക് ഇവിടുന്ന് മുങ്ങിയത് കൊണ്ടൊന്നും കാര്യമില്ല. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഷാഫിയോട് നേരിട്ട് പോയി പരാതി പറഞ്ഞ ഒരു സ്ത്രീയുടെ പേരെടുത്ത്, എം എ ഷഹനാസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പേരെടുത്ത് ഞാൻ പറഞ്ഞത്. അവര് ഷാഫിക്ക് നേരിട്ടൊരു പരാതി കൊടുത്തിട്ട് പോലും ഷാഫി അതിന് വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള നിലപാടെടുക്കാനും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. മാങ്കൂട്ടം ഇപ്പം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നിട്ട് പ്രതികരണം നടത്തുന്നതിനേക്കാൾ വലിയ ഉത്തരവാദിത്വം ഈ മാങ്കൂട്ടത്തിന് ഈ രീതിയിൽ വളരാനുള്ള മണ്ണുണ്ടാക്കി കൊടുത്ത ഷാഫി പറമ്പിൽ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത്. പിന്നെ ഇപ്പം നമ്മുടെ പാനലിലുള്ള വർഷ അവര് സംസാരിച്ച സ്ത്രീകളുടെ മുന്നേറ്റങ്ങൾ, അവർക്ക് കൊടുക്കേണ്ട പിന്തുണയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ 2 ദിവസമായിട്ട് ഞാൻ കടന്നു പോകുന്ന അവസ്ഥ നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഇന്ന് വരെ നേരിട്ടിട്ടില്ലാത്ത അത്രയും ഭീകരമായിട്ടുള്ള സൈബർ അറ്റാക്കിങ്ങിലേക്കൂടെയാണ് ഞാനിപ്പം കടന്നു പോകുന്നത്. ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകലമാന പുരുഷന്മാരുടെയും ചിത്രങ്ങൾ എടുത്തുകൊണ്ട് അങ്ങേയറ്റം അശ്ലീലം പറഞ്ഞുകൊണ്ട് എത്രയോ പോസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു വിഷയവുമായിട്ട് മുൻപോട്ട് വരുമ്പോൾ ഏറ് കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നെ പോലത്തെ സ്ത്രീകൾ ഇതിന് ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷേ ഈ ധൈര്യം എനിക്കുണ്ട്. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർക്ക് ഇത് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം എന്റെ കൺമുന്നിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കത് വേദന ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഒരു മെജോറിറ്റി ആളുകളും ഇവിടെ വേട്ടക്കാരനെ ആഘോഷിക്കുകയും ഇരകളെ ഒറ്റപ്പെടുത്താനുമാണ് ശ്രമിക്കുന്നതെന്നുള്ളതിന് വേറെ എന്ത് തെളിവാ നിങ്ങൾക്ക് വേണ്ടത്? എനിക്കെതിരെ ഈ 2 ദിവസങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങളും ഫ്ലഡ് ഷെയ്മിങ്ങും മാത്രം, അതിന്റെ നമ്പേഴ്സ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേയുള്ളൂ. ഇവിടെ മാധ്യമങ്ങളുടെയും ഒരു മൈനോറിറ്റി വിഭാഗം ഇരകൾക്കൊപ്പം നിൽക്കുന്ന, ഇപ്പം പ്രേമേട്ടനെ പോലെയൊക്കെ വളരെ ശക്തമായിട്ട് അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് തുറന്നു സംസാരിക്കുന്ന അങ്ങനെയുള്ള മനുഷ്യരിലാണ് എന്നെപ്പോലുള്ള സ്ത്രീകളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. അവരൊക്കെ മുൻപോട്ട് നടക്കൂ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തെളിച്ചു തരുന്ന ഒരു ചെറിയ വെളിച്ചത്തിലേക്കൂടെയാണ് ഞാനടക്കമുള്ള സ്ത്രീകൾ വന്നിട്ട് ഇത്തരം ആണുങ്ങൾക്ക് എതിരെ കൃത്യമായ ധാരണകളോട് കൂടെ വന്നിട്ട് വർത്തമാനം പറയുന്നത്. ആ സ്ത്രീകളെ ആ നിമിഷത്തിൽ ചേർത്ത് പിടിക്കേണ്ടതിന് പകരം കൂട്ടമായിട്ട് ആക്രമിക്കുന്നതും അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതും, ഇനി ഒരിരകളും ഇത്തരം പേവേർട്ടുകൾക്കെതിരെ വർത്തമാനം പറയാത്ത രീതിയിൽ അവരെ ബ്ലോക്ക് ചെയ്യുന്ന, റദ്ദ് ചെയ്യുന്ന രീതിയിലുള്ള ഇടപെടലാണ് ഇവിടെ സോഷ്യൽ മീഡിയയും യൂത്ത് കോൺഗ്രസും ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വലതുപക്ഷ ടീമാണ് ഈ സൈബർ ബുള്ളിങ് മുഴുവനും എനിക്ക് ചുറ്റും ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും
സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചുറ്റും കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, എങ്ങനെയാണ് ഇതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൂടെ കടന്നു പോയിട്ടുള്ള സ്ത്രീകൾ മുൻപോട്ട് വരിക. അവരുടെ പേരുകൾ റിവീൽ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഒരു ചാറ്റിനെ കുറിച്ച്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ അയാൾ പ്രൊജക്ട് ചെയ്ത രീതിയെക്കുറിച്ച് ഒരു ചാറ്റ് വന്നപ്പോൾ എനിക്കെതിരെ ഇത്രയും മോശമായ രീതിയിൽ ഈ ആൾക്കൂട്ടം അറ്റാക്ക് നടത്തുന്നുണ്ടെങ്കിൽ, ഇന്ന് ഇപ്പോൾ ഒരു അബോർഷൻ കേസ് റിവീൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് രാഹുലുമായിട്ട് ബന്ധപ്പെട്ട്. ഇത്തരം സ്ത്രീകൾ പരാതിയുമായിട്ട് മുൻപോട്ട് പോയാൽ അവര് ഈ വെട്ടക്കാരുടെ പേരുകൾ വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ ഇരകളുടെ പേര് വെളിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആൾക്കൂട്ടം അവരുടെ ജീവിതം ബ്ലോക്ക് ചെയ്ത് കളയുമെന്നുള്ളതാണ്. നമ്മുടെ പ്രബുദ്ധ കേരളം സ്ത്രീകൾക്ക് മുന്നോട്ട് വരാനുള്ള പാതയായിട്ട് ഇത്തരം കൂട്ടങ്ങളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് സ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും ആ രീതിയിലേക്ക് നമ്മുടെ നാടും മനുഷ്യരും വളരുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. അത് എൻ്റെ ഈ ഒരു സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു വലിയ സത്യമാണ്. അപ്പോഴും എനിക്ക് ഇത്തരത്തിൽ വീണുപോയ സ്ത്രീകളോട്, അല്ലെങ്കിൽ എനിക്കൊപ്പമോ എനിക്ക് പിന്നാലെയോ നടക്കുന്ന സ്ത്രീകളോട് പറയാനുള്ളത്, ആദ്യം അവർ കടന്നു പോകുന്ന അല്ലെങ്കിൽ ആ ഒരു ട്രോമയെ അതിജീവിക്കുക എന്നുള്ളതാണ് എല്ലാ ഇരകളും ആദ്യം നേരിടേണ്ട വിഷയമെന്ന് പറയുന്നത്. നമുക്കൊരു ഇരയോട് പോയിട്ട് നിങ്ങൾ പേര് വെളിപ്പെടുത്തൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഫോഴ്സ് ചെയ്യാനുള്ള യാതൊരുവിധ അവകാശവുമില്ല. അവർ ആ മുറിവ് ഹീൽ ചെയ്ത് വെളിയിൽ വന്നു കഴിയുമ്പോൾ ഇതേപോലെ പുറത്തേക്ക് സത്യങ്ങൾ വിളിച്ചു പറയാനുള്ള ധൈര്യം ഉണ്ടാവട്ടെ. എന്നെപ്പോലെയുള്ള കുറേ മനുഷ്യർ അവർക്കൊപ്പം ഉണ്ടാകും എന്നുകൂടെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ ഒരു വിഷയവുമായിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം അല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഞാൻ ഈ പറഞ്ഞ വിഷയത്തിന്റെ ബെനഫിറ്റ് എടുക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാരായിട്ടുള്ള സ്ത്രീകളാണ്. കാരണം ഈ മാങ്കൂട്ടം ഉൾപ്പെടുന്ന ഈ ഇടത്തിലേക്ക് പോയിട്ട് ഇടപെടുന്നത് ഇതര രാഷ്ട്രീയ പാർട്ടിക്കാരല്ല, കോൺഗ്രസ് കുടുംബങ്ങളിൽ പറ്റിയിട്ടുള്ള സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ നമ്മളെ പോലെയുള്ള സ്ത്രീകൾ പറയുന്നതിന് ഈ വിഷയത്തിലെ ബെനിഫിറ്റ് ആർക്കാണ് ശരിക്കും? കോൺഗ്രസ്സുകാർക്കാണ് കിട്ടാൻ പോകുന്നത്. അപ്പോ കൂടുതൽ ആളുകൾ ഇരകളെ ചേർത്ത് പിടിച്ച് മുൻപോട്ട് വരികയും ഇത്തരം വേട്ടക്കാരിരിക്കുന്ന, പ്രത്യേകിച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള ഹയർ പൊസിഷൻസിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ, പ്രബലരാണെങ്കിൽ അവരെ നിസ്സംശയം തള്ളിപ്പറഞ്ഞുകൊണ്ട് അത്തരം സ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അതിനെ മറ്റൊരു രീതിയിൽ വായിച്ചാൽ ഇപ്പോഴും കോൺഗ്രസിനകത്ത് തടവിലാക്കപ്പെട്ടിരിക്കുന്ന സ്ത്രീകളെന്ന് പറയേണ്ടി വരുന്നു. ഈ അർത്ഥത്തിലാണെങ്കിൽ ആരൊക്കെയോ തടവിൽ നിർത്തിയിരിക്കുന്ന, പുറത്തേക്ക് വരാനാകാത്ത രീതിയിൽ നിർത്തിയിരിക്കുന്ന ആ സ്ത്രീകൾക്ക് ഉള്ള ഐക്യദാർഢ്യം, അതാണ് ഇപ്പോൾ നമ്മൾ കേട്ട വാക്കുകളിലൊക്കെ ഉള്ളത്. ഹണി ഭാസ്കർ അതിനു വേണ്ടിയിട്ടാണ് മുന്നോട്ട് വന്ന് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. വളരെ നന്ദി ഹണി ഭാസ്കർ ഈ നിമിഷങ്ങളിൽ തുടർന്നതിന്.